ഹായ്, ഞാൻ കുളിക്കാൻ പോകണം കേട്ടോ. നീ പോയി കുളി എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കണം. പക്ഷെ അങ്ങനെയല്ല, ഞാൻ എൻ്റെ ഹെയർ കെയർ തൊട്ട് ഞാൻ കെയർ ചെയ്യുന്നത്. കാരണം ഈ മുടിയിലല്ല കേട്ടോ. ഈ മുടി ഇതിനേക്കാൾ നല്ല മുടി എനിക്ക് ഉണ്ടായിരുന്നു. ആ മുടി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കെയർ ചെയ്യുന്നതും ഇപ്പോൾ എൻ്റെ മുടിയിലേക്ക് എങ്ങനെയൊക്കെയാണ് കെയർ ചെയ്യുന്നതും അതാണ് കേട്ടോ. ഞാൻ എൻ്റെ രീതിയാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ കാരണം ഇത് എന്ന് അത്യാവശ്യം കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എൻ്റെ കയ്യിൽ ഇരിപ്പോണ്ടും പോയി കേട്ടോ കുറേ മുടി. അപ്പോൾ അതിൻ്റെയൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള റൊട്ടീനാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം 5 പച്ച, അതായത് നമ്മുടെ മൈലാഞ്ചി, ചെമ്പരത്തിയില, കറ്റാർവാഴ, കറിവേപ്പില, തുളസിയില, 5 പച്ചയാരോട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. 5 പച്ച ഉൾപ്പെടെ കുറച്ച് കാര്യങ്ങളും കൂടിയിട്ട്. അപ്പോൾ ആ 5 പച്ച പറിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നേ. കറി കാണിച്ചു കൊടുക്കുക. ഇവിടെ വന്ന് ഇതെൻ്റെ ഗാർഡൻ ഏരിയ ആണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ 5 പച്ച പറിക്കുന്നതിൽ 1 പച്ച പറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. അതായത് ഇതിപ്പോൾ സന്ധ്യയായി. സന്ധ്യ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരമായി. എനിക്ക് ടൈം കിട്ടിയത് ഇപ്പോഴാണ് കേട്ടോ. പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് ഈ സമയമായി. അപ്പോൾ 5 പച്ചയിൽ നമുക്ക് ചെമ്പരത്തിയില കിട്ടി. പക്ഷെ 2-3 മൈലാഞ്ചി അതൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ചെമ്പരത്തി പിന്നെ വീട്ടിലുള്ളതോട് പിന്നെ കിട്ടും. അപ്പോൾ ചെമ്പരത്തിയില കിട്ടി. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഗാർഡൻ സെറ്റപ്പ് എന്ന് പറയുന്നത്. അത്യാവശ്യം കുറച്ച് രീതിയിൽ ഗാർഡൻ അങ്ങനെയൊക്കെ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ വേറെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു കറ്റാർവാഴ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കുറച്ചൊന്ന് എടുക്കണം. പാമ്പുണ്ടാവോ ആവും. അപ്പോൾ കറ്റാർവാഴ എടുത്തിട്ടുണ്ട് കേട്ടോ. കറ്റാർവാഴ കിട്ടി, ചെമ്പരത്തിയില കിട്ടി കേട്ടോ. ചെമ്പരത്തിയില കുറച്ച് കൂടുതൽ വേണം, ഞാൻ എടുക്കാം. പിന്നെ അങ്ങനെ ഇത് രണ്ടും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി കറിവേപ്പില എടുക്കണം, തുളസിയില എടുക്കണം. തുളസി സന്ധ്യയ്ക്ക് പറിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഇത് കൊണ്ടിട്ട് കുറച്ച് തുളസിയില എടുത്തിട്ടുണ്ട് കേട്ടോ. തുളസിയില എടുത്തിട്ടുണ്ട്. അപ്പം ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് എടുക്കാം. എനിക്ക് 5 പച്ച കിട്ടിയില്ല, എനിക്ക് 3 പച്ച കിട്ടിയിട്ടുണ്ട് കേട്ടോ. കറ്റാർവാഴ, തുളസിയില, ചെമ്പരത്തിപ്പൂവ്, അങ്ങനെ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ അതിലിടുന്നേ കുറച്ച് ഉള്ളി കേട്ടോ. ചെറിയ ഉള്ളി നല്ല നമ്മുടെ തലമുടി വളരാനൊക്കെ നല്ലതാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ചെറിയ ഉള്ളി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കറ്റാർവാഴ ഞാൻ ആ തോടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറ്റാർവാഴ, പിന്നെ തുളസിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെമ്പരത്തിയില. തലയിൽ എണ്ണ യൂസ് ചെയ്യാറില്ല കേട്ടോ. അതായത് വെളിച്ചെണ്ണ അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല. അപ്പം അതിന് പകരം ഞാൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിയോൺ, നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളില്ലേ, ഇവിയോൺ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് ആ എണ്ണയുടെ മണം എനിക്ക് വലിയ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിയോൺ യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത് വരുമ്പോഴത്തേക്ക് അതിനുശേഷം നമുക്ക് ഇവിയോൺ ഇടാം കേട്ടോ. ഹായ്, അപ്പോൾ ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതാണേ എൻ്റെ പേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് അരച്ചെടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇവിയോൺ പൊടിച്ചിടും. കാരണം ഞാൻ എണ്ണ യൂസ് ചെയ്യാറില്ല, കാരണം വെളിച്ചെണ്ണ യൂസ് ചെയ്യാറില്ല. എനിക്ക് അതിൻ്റെ സ്മെല്ലും ഒന്നും പിടിക്കത്തില്ല. അതുകൊണ്ട് ഇവിയോൺ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാവേ. കാരണം അത്യാവശ്യം ഡ്രൈ ആവുന്ന സമയത്ത് ഞാൻ ഇവിയോൺ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. നല്ല ഗ്രീൻ കളർ ഇട്ടിട്ടുണ്ട്, പച്ച. അപ്പോൾ നല്ല ഗ്രീൻ കളർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് തലയുണ്ട്. അപ്പോൾ നമുക്ക് തലയെ തേച്ച് പിടിപ്പിക്കാവേ. കാരണം എനിക്ക് ഈ മുന്നേ ഇത്രയും കുറവില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേ കെയറിങ്ങും ഒന്നും ഇല്ലാഞ്ഞിട്ട് ഉള്ളു കുറേയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുടിയുടെ ഉള്ളു നന്നായിട്ട് പോയിട്ടുണ്ട്. നമ്മൾ ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉള്ളു പോകും കേട്ടോ മുടിയിൽ. അപ്പോൾ നമ്മൾ അതുപോലെ കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് പോയത് എന്തെങ്കിലുമൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഹെയർ കളർ ആയിരുന്നാലും സ്ട്രൈറ്റനിങ് ആയിരുന്നാലും ബാക്കി ട്രീറ്റ്മെൻറ്റുകളായിരുന്നാലും കെമിക്കലല്ലേ. അപ്പം നമുക്ക് മാക്സിമം മുടി ഒന്ന് കെയർ ചെയ്ത് കൊടുത്താൽ അത്രയും നല്ലത്. കെയർ ചെയ്യാൻ സമയം കിട്ടത്തില്ല കേട്ടോ. ആഴ്ചയിൽ എന്തായാലും 2 ദിവസമെങ്കിലും ഞാൻ നന്നായിട്ട്, കാരണം എന്ന് വെച്ചാൽ ആഴ്ചയിലൊരു 3 ദിവസം തല കഴുകാറുള്ളൂ. അപ്പോൾ ഏകദേശം 2 ദിവസമെങ്കിലും എന്തെങ്കിലും പേക്കോ എന്തെങ്കിലും ഇട്ടിട്ട് അത്യാവശ്യം സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് തലയിൽ. അപ്പോൾ ഇത് നമുക്ക് തലയെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കാം കേട്ടോ. കുളിച്ച് ഇപ്പോൾ ചെറിയ മൈൽഡ് ഷാമ്പുവോ
അങ്ങനെ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ഭയങ്കരമായിട്ട് വാഷ് ചെയ്ത് കളയണ്ട കേട്ടോ. അത്യാവശ്യം ഒന്ന് കിടക്കണം. അങ്ങനെ ഞാൻ ചെയ്യാറില്ല കേട്ടോ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ പറയണേ, അല്ലാണ്ട് നിർബന്ധം പറയുന്നതല്ല, ഞാൻ ചെയ്യാറുള്ള കാര്യങ്ങളാണ് കേട്ടോ. നല്ലതാണ്, നമ്മുടെ നാച്ചുറൽ സാധനങ്ങളല്ലേ, പുറത്തൊന്നുമല്ല. ഇതിൻ്റെ ഇപ്പോൾ മൈലാഞ്ചി, കറിവേപ്പില അതൊക്കെ നല്ലതാണ് കേട്ടോ ഹെയറിന്. അപ്പോൾ എനിക്ക് അതൊന്നും കിട്ടിയില്ല, കാരണം അടുത്ത വീട്ടിലൊരു മൈലാഞ്ചി ചെടി ഉണ്ടായിരുന്നു, അതിപ്പോൾ ഒരു വെട്ടിക്കളഞ്ഞുകൊണ്ട് അത് കിട്ടിയില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ അതും പൊക്കിയാനെ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തേച്ച് മിക്സ് ചെയ്ത് നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം കുളിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടെങ്കിലല്ല പറ്റിയാലും അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബൈ.